ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എല്ലാം വ്യത്യസ്തമാണ്. ഡയബറ്റിക് പ്ലേറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. ഡിറ്റോക്സ് ടോണിക് റെഡി ആയി കഴിഞ്ഞു. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും മീഡിയ വില്ലേജും ഹാർവസ്റ്റ് കാറ്ററിംഗും ചേർന്നൊരുക്കുന്ന ഡയറ്റ് പ്ലേറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ. ഇന്ന് ഞങ്ങളിവിടെ തയ്യാറാക്കുന്നത് ബീറ്റ്റൂട്ട് ഡിറ്റോക്സ് ജ്യൂസ് എന്ന് പറയുന്ന ഒരു ജ്യൂസാണ്. ശരിക്കും പ്രമേയ രോഗികൾക്ക് ഒരുപാട് ഗ്ലൂക്കോസ് ലെവൽ താഴെ കൊണ്ടുവരുന്ന ഒരു ജ്യൂസാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസും മറ്റു കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം. ബീറ്റ്റൂട്ട് ഡിറ്റോക്സ് ജ്യൂസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ നമുക്ക് പരിചയപ്പെടാം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കുറച്ച് ബീറ്റ്റൂട്ടുണ്ട്, മല്ലിയിലയുണ്ട്, ചുമല ചീരയാണ്. ചുമല ചീര നമുക്ക് സാധാരണ കിട്ടുന്ന നോർമൽ ചീരയാണ്. അല്പം ഇഞ്ചിയും ഒരു നാരങ്ങയും ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നതാണ് ചിയാ സീഡ്. ഇത്ര ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഉണ്ട്, ആവശ്യത്തിനുള്ള വെള്ളവും മതി. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ഡിറ്റോക്സ് ജ്യൂസ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് ബീറ്റ്റൂട്ട് മിക്സിയിലേക്ക് ഇട്ടു, ചെറുതായിട്ട് അരിഞ്ഞിടാം. ഇതിപ്പോൾ ഞാൻ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞ് കിട്ടും. ഇതിലേക്ക് പിന്നെ നമ്മൾ ശകല ഇഞ്ചി ഇട്ടു. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചീരയാണ്. ചീര, ചുമന്ന ചീര, നല്ല ഔഷധ ഗുണമുള്ളതാണ്. ചീര നമുക്ക് ചേർക്കാം. പൊതുവെ നിങ്ങൾ കണ്ട് ചീര ചേർത്ത് ജ്യൂസ് എന്നുള്ളത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മുടെ രക്തക്കുഴലുകളിൽ, ലിവറിലൊക്കെ അമിതമായിട്ട് അഴിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് എല്ലാം എടുത്ത് കളയുന്നതിന് ഉപകരിക്കും. പ്രമേഹ രോഗികൾക്ക് ഇത് നമ്മളുടെ ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവൽ നമുക്ക് താഴോട്ട് കൊണ്ടുവരാനായിട്ട് ഉപകരിക്കുന്ന ഒരു ജ്യൂസ് ആണെന്ന് പല ക്ലിനിക്കൽ സ്റ്റഡികളും പറയുന്നു. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ബീറ്റ്റൂട്ട്, ചുമന്ന ചീര ചേർത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില ചേർത്തു. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങ ഒരു ഹാഫ് പീസ് ചേർക്കാം. ഒരു നാരങ്ങയുടെ പകുതിയുള്ളൊരു ഭാഗം ചേർത്തു. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ കൂട്ടാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇഞ്ചി ഇടാം, അതുപോലെ തന്നെ ബ്ലാക്ക് സോൾട്ടും ചേർക്കാം. അതൊക്കെ ഓപ്ഷണലാണ്. ആ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതുകൂടെ ചേർത്താൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തൊന്നും ചേർത്തിട്ടില്ല. കാരണം ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ളതല്ല, നമ്മളുടെ ഷുഗർ ലെവൽ താഴെ കൊണ്ടുവരാൻ വേണ്ടി ഉപകരിക്കുന്ന ഒരു ഡയറ്റ് ജ്യൂസാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സാണ്. ഐസ് ക്യൂബ്സ് ഞാൻ പറഞ്ഞു ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. പക്ഷേ ഐസ് ക്യൂബ് ഇടുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് കഴിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ജ്യൂസിന് കുടിക്കാൻ നമുക്ക് ടേസ്റ്റ് കുറച്ചുകൂടെ തണുത്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് കിട്ടും. നോർമലി നമ്മൾ തണുക്കാതെ ഒരു ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനേക്കാൾ ടേസ്റ്റായിട്ട് നമുക്ക് തണുപ്പുണ്ടെങ്കിൽ കുടിക്കാൻ പറ്റും. തണുപ്പ് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കുക എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ച് നോക്കാം. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ് ബോളിലേക്ക് അരിച്ചെടുക്കുകയാണ്. കാരണം ചീര ആയതുകൊണ്ട് നമ്മൾ ചേർന്നുകൊണ്ട് ഇതിനകത്ത് അതിൻ്റെ ഒരു ഫൈബറൊക്കെ കാണാൻ അരിച്ചെടുത്താലേ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര നന്നായിട്ട് അരച്ചാലും അതിനകത്ത് അതിൻ്റെ നൂലുകൾ, ചാറുകൾ പോലെ അതിൻ്റെ തണ്ടിലുള്ള വെയിൻ കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം അരിച്ചെടുത്തതാണ്. അരിച്ചെടുത്ത ജ്യൂസിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരുന്ന ചിയാ സീഡിൻ്റെ ഔഷധ ഗുണമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. നമ്മൾ ഒരു 2 സ്പൂൺ ചിയാ സീഡോട് ചേർത്തു. അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തു, മിക്സ് ചെയ്തെടുത്തു. ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓപ്ഷണലാണ്. അല്പം ബ്ലാക്ക് സോൾട്ട് ചേർക്കാം. ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഇതിനകത്തൊരു ബ്ലൈൻഡ് ടേസ്റ്റാണ് വരുന്നത്. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് ഡിറ്റോക്സ് ടോണിക് റെഡി ആയി കഴിഞ്ഞു. പ്രമേഹ രോഗികൾക്ക് ഇതൊരു വെജിറ്റബിൾ ജ്യൂസ് അല്ല, ശരിക്കും ഇതൊരു ടോണിക്കാണ്. അത്ര മാത്രം നമ്മുടെ ബ്ലഡ് ഷുഗർ താഴെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കുന്ന എല്ലാവരും, പ്രമേഹ രോഗികളല്ല കേട്ടോ, എല്ലാവർക്കും പറ്റിയൊരു ജ്യൂസാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി കഴിച്ചു നോക്കുക. അതിൻ്റെ റിസൾട്ട് ഞങ്ങളെ അറിയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ പ്രചോദനമാണ് ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിലേക്ക് ഉപകാരപ്രദമായ പല വിഭവങ്ങളുമായിട്ട് എത്തണമെങ്കിൽ നിങ്ങൾ പ്രചോദനം തന്നാലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നല്ലൊരു വിഭവമായിട്ട് കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.